സോ ഗൈസ് നമുക്ക് ഗോൾഡിലൊരു സ്കാൽപ്പ് നോക്കാം. പ്രൈസ് ഏകദേശം ഈ ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡലിന്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു, സ്വാഭാവികമായിട്ടും പ്രൈസ് ഇവിടുന്ന് റിയാക്ട് ചെയ്ത് താഴോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ തന്നെ ഞാനൊരു എൻട്രി നോക്കുന്നുണ്ട്. 50 മിനിറ്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഡാറ്റ എന്താണ്, ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു നല്ല സൈനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 50 മിനിറ്റ്സ് കൺഫർമേഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. 50 മിനിറ്റ്സിൻ്റെ കൺഫർമേഷനിൽ നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു CIST കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഇവിടുന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഡൗൺ മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നേരെ 1 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ലൈക്ക് ഞാനത് മാർക്ക് ചെയ്യാം, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് മിറ്റിഗേറ്റഡ് ആയി ഇപ്പോൾ. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റഡ് ആയി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു MSS കിട്ടിയിട്ടുണ്ട്, ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. MSS ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ്. സോ ഞാൻ ഇവിടെ നിന്നൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നുണ്ട്. എൻ്റെ എൻട്രി ഇവിടെ നിന്നാണ് വരുന്നത്. ഒന്നുകിൽ ഇതുവരെ കൊടുക്കാം, അല്ലെങ്കിൽ ടാർഗറ്റ് ഞാൻ ഈ ഒരു സോൺ വരെ കൊടുക്കുന്നത് 3.66 SL ഈ ഒരു സോണ്. കാരണം ഇവിടെ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യാനുള്ള റീസൺ, ഇവിടെ ഒരു പെൻഡിങ് ആയിരിക്കുന്ന ലിക്വിഡിറ്റി അവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. പ്രൈസ് ഇവിടെ ഇരിക്കുന്ന FEG സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് താഴോട്ട് വന്നുള്ളത്. സോ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പൊക്കെ നടന്നിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഇതൊരു ഡൗൺ മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുള്ള ക്യാൻഡിലുണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ദെൻ ഒരു MSSും കിട്ടിയിട്ടുണ്ട്. സോ പ്രൈസ് എഗെയിൻ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നോർമലി ആളുകൾ ഇവിടുന്ന് ഷോർട്ട് പൊസിഷൻ എടുത്ത ആൾക്കാരുടെ SL ഇവിടെ വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് സ്വീപ്പ് ചെയ്തു, പ്രൈസ് അത് സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ടാണ് വരുന്നത്. സോ ഇവിടെ ഞാൻ IDX മാർക്ക് ചെയ്യുന്നുണ്ട്. സോ പ്രൈസ് നമ്മൾ വിചാരിച്ച ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടാർഗറ്റ് ഈ ഒരു സോണാണ്. സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് നമ്മൾ എൻട്രി എടുക്കണം എന്നുള്ളതാണ്. ഇത് 3.5 വരുന്നുണ്ട്, ഈ RR വരുന്നുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഈ ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അനലൈസ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ പ്രൈസ് താഴോട്ട് പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാനാണ് പ്രൈസ് ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം തന്നെ ഇവിടെ ഫോമായി വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇതിപ്പോൾ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് അല്ലേ, അല്ലെങ്കിൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്, ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. സോ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മസ്റ്റായിട്ട് എടുക്കും. സോ ഇവിടെ അത് സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ എന്താ എടുത്തുള്ളത്, ഇത്രയും ഏരിയയിലുള്ള ഓർഡേഴ്സ് എല്ലാം സ്വീപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൈസ് ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെ വന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാനിതിൻ്റെ ടൈം അനലൈസ് പറയാം. 1 അവറിലാണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 അവറിൽ ഞാൻ ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിന് മുന്നേ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിവേഴ്സിൽ സംഭവിച്ചപ്പോൾ തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ടാർഗറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നേരെ 50 മിനിറ്റ്സ് പോയപ്പോൾ എന്താ കാണാൻ പറ്റിയത്, ഓൾറെഡി ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ ക്യാൻഡിൽ ക്ലോസ് അല്ല, നമ്മുടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള ഒരു താഴോട്ട് വന്നതാണ്. സോ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് താഴോട്ട് വന്നുള്ളത്. ഓക്കെ, ദെൻ 5 മിനിറ്റ് ആയിട്ടുള്ള നമ്മുടെ മീഡിയം ടൈം ഫ്രെയിമാണ്. അതിപ്പോൾ 50 മിനിറ്റ്സിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ഒക്കെ പ്ലോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റിൻ്റെ ബേസിൽ എന്താ എടുത്തുള്ളത്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തുള്ളത്. നമ്മുടെ മീഡിയം ടൈം ഫ്രെയിം, സ്കാൽപ്പിൻ്റെ മീഡിയം ടൈം ഫ്രെയിം ഏതാണ്, 5 മിനിറ്റ് ആണല്ലോ. നമ്മൾ പഠിച്ച ടൈം 5 മിനിറ്റ് ആണല്ലോ. ഇവിടെ നമുക്ക് കിട്ടേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്, പിന്നെ നേരെ ഒരു താഴോട്ട് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ കൺസിഡർ ചെയ്തത്. മാത്രമല്ല ഇവിടുന്ന് ഒരു CIST കിട്ടിയ ഒരു സോണാണ്. സോ ഈ CIST കിട്ടിയോടത്ത് പ്രൈസ് വീണ്ടും റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
എന്താ പറയുക, പ്രൈസ് താഴോട്ട് വന്നെങ്കിൽ പോലും ഈ ഒരു ഏരിയ വിട്ടിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു MSS കിട്ടി പ്രൈസ് താഴോട്ട് പോയിട്ടില്ല അല്ലേ. ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് പ്രൈസ് കുറച്ച് നേരം നിന്നിട്ടുണ്ടായത്. സോ ഇവിടെ ലിക്വിഡിറ്റി അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് വൺസ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണല്ലോ. സോ ഇവിടുന്ന് വന്ന് പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് കൺസോൾട്ടേഷൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ലിക്വിഡിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ലിക്വിഡിറ്റി ഒരുപാട് വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പ്രൈസ് ലോങ് പൊസിഷൻ എടുത്ത ആൾക്കാരുടെ ലിക്വിഡിറ്റി ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രൈസ് പിന്നീട് ഈ ഒരു സോൺ വരെ പോയി ദെൻ ഒരു റിവേഴ്സിൽ വന്നു. എന്നിട്ട് പ്രൈസ് കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു സോണിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സോണിലെ ലിക്വിഡിറ്റി എടുത്തിട്ട് അത് താഴെ വരിക. സോ ഇതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ വന്നിരുന്നത്. സോ പ്രൈസ് 5 മിനിറ്റിൽ കിട്ടേണ്ട കൺഫർമേഷൻ നമുക്ക് ഓൾറെഡി കിട്ടി. ദെൻ 1 മിനിറ്റിൽ ഞാൻ പോകുമ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ. കാരണം നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസോൾട്ടേഷൻ ആണത്. അപ്പോൾ രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺസോൾട്ടേഷൻ, അക്യുമുലേഷൻ എന്ന് പറയും നമ്മൾ. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഞാനൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഇവിടുന്ന് റിയാക്ട് ചെയ്ത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന FEGയിലാണ് ഇത് മിറ്റിഗേറ്റ് ചെയ്തുള്ളത്. സോ പിന്നെ താഴോട്ട് വന്നപ്പോൾ ഒരു MSS ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അക്യുമുലേഷൻ, ഒരു മെയിനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപ്രോച്ച് ഒരു ഷോർട്ട് സെൽ ആണെങ്കിൽ ഒരു താഴോട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ആദ്യം അക്യുമുലേഷനിൽ ആദ്യം ഒരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇതിവിടെ മാനിപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. മാനിപ്പുലേഷൻ ഒരു റീസൺ ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ലിക്വിഡിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ അവിടുന്ന് ഒരു MSS കിട്ടിയിട്ടുണ്ട് താഴോട്ട് അല്ലേ. അതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് കിട്ടിയില്ല. നമ്മൾ പഠിച്ചു വന്ന എല്ലാ സംഗതിയും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒരു MSS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അക്യുമുലേഷൻ നടന്നു അല്ലേ, അക്യുമുലേഷൻ ഇവിടെ നടന്നു സ്വാഭാവികമായിട്ടും. പിന്നെ ഒരു മാനിപ്പുലേഷൻ നടന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അപ്രോച്ച് താഴോട്ടാണ് മാർക്കറ്റ് കൊണ്ടുപോകുന്നത്. സോ ഇവിടെ ഇരിക്കുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ദെൻ ഒരു MSS ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ MSS ക്രിയേറ്റ് ചെയ്ത് നോക്കിയ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇത്തരം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്. ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഒരു സംഗതിയാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ്. അത്യാവശ്യം FEGs ഒക്കെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് പിന്നെ അക്യുമുലേറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ്ലി നമുക്ക് MS ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ്ലി ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിലോട്ട് വന്നു. ഇവിടെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ, നമ്മുടെ പ്രോപ്പറാണ്. ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഒരു MSS കിട്ടി താഴോട്ട് വന്നു. വീണ്ടും ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ദെൻ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ മാനിപ്പുലേറ്റഡ് ലെഗുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് വന്ന് താഴോട്ട് വന്നു. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സോൺ ആയിരുന്നു. പ്രൈസ് താഴെ ഈ ഒരു സോൺ വരെ എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ ഇത് വരെ ഫൈനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ട്രേഡിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.